ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ക്ലീ 2025 10 ഡേയ്സിൽ എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ക്ലീ 2025 ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജൂൺ 1 തീയതിയാണ്. പുറത്തൊക്കെ നല്ല മഴയാണ്. എല്ലാവരും പഠിക്കാനുള്ള മൂഡിൽ ആയിരിക്കില്ല, റെസ്റ്റ് എടുക്കാനായിരിക്കും തോന്നുന്നുണ്ടാവുക. പക്ഷെ വേറെ ഒരു വഴിയില്ല. വെറും 10 ഡേയ്സ് മാത്രമേ ഉള്ളൂ എക്സാമിന്. അപ്പൊ 10 ദിവസം എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് റിവിഷൻ നടത്തി ക്ലീ 2025 ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ക്ലീ 2025 കംപ്ലീറ്റ് ലാസ്റ്റ് മിനിറ്റ് സ്ട്രാറ്റജി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഡേ 1 നമ്മൾ ചെയ്യാൻ പോകുന്നത് അനലൈസ് ആൻഡ് പ്ലാൻ ആണ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മിനിമം 5 അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ആൻഡ് 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെ പോർഷൻസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് നന്നായി മനസ്സിലാവും. അതേപോലെ തന്നെ സിലബസ് തറോ ആയിട്ട് നോക്കുക. ഏതെങ്കിലും പോർഷൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് നിങ്ങൾ ലീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി സ്ട്രോങ് ഏരിയാസ് ഏതൊക്കെയാണ്, വീക്ക് ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഗ്രാസ്പ് ചെയ്യാൻ ഈസി ആണോ? നിങ്ങളുടെ സ്ട്രോങ് സബ്ജക്റ്റ് ആണോ കോൺസ്റ്റിറ്റ്യൂഷൻ, അതോ വീക്ക് സബ്ജക്റ്റ് ആണോ? അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നിങ്ങൾക്ക് വീക്ക് ആണോ സ്ട്രോങ് ആണോ? ഓരോ പോർഷനും നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങളുടെ സ്ട്രെങ്ത് ആണോ വീക്ക്നെസ് ആണോ എന്നുള്ളത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള റിവിഷൻ ടാർഗറ്റുകൾ വെക്കുക. വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ, അതുകൊണ്ട് ഒരു ഫങ്ഷൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യരുത്. അതൊരു പിന്നീട് നമുക്ക് റിഗ്രറ്റ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ളതാണ് എന്റെ റിക്വസ്റ്റ്. ഡോണ്ട് ഗോ ഫോർ എനി ഫങ്ഷൻസ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. വെറും കുറച്ച് ദിവസം, വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ആ ദിവസം നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങളും സുഖങ്ങളും നിങ്ങൾ സാക്രിഫൈസ് ചെയ്യണം, സോ ദാറ്റ് യു ക്യാൻ ഗെറ്റ് എ ഗ്രേറ്റ് സ്കോർ ഇൻ ക്ലീ 2025. 2025 ക്ലീ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് സാക്രിഫൈസസ് ഒക്കെ നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് എന്റെ റിക്വസ്റ്റ്. സോ മിനിമം ഒരു 10 to 12 മണിക്കൂറെങ്കിലും നിങ്ങൾ ഡെയിലി പഠിച്ചിരിക്കണം, വിത്ത് ബ്രേക്സ്. ഇടയിൽ നിങ്ങൾക്ക് ടയേർഡ് ഫീൽ ആവുന്ന സമയത്ത് ചെറിയൊരു നാപ്പ് എടുക്കാം, അല്ലെങ്കിൽ ചെറിയൊരു ബ്രേക്ക് എടുത്ത് ഒരു വാക്കിന് പോവാം. പുറത്ത് മഴയാണ്, അപ്പോൾ പുറത്ത് പോകണമെന്നില്ല, എന്നാലും എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസോ എന്തെങ്കിലും രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഒരുപാട് വരാത്ത രീതിയിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കോമിക് സ്റ്റോറി ബുക്ക് എന്തെങ്കിലും ഇരുന്ന് വായിക്കുക, അങ്ങനെ എന്തെങ്കിലും ആ ഒരു ബ്രേക്ക് ടൈമിൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ചുമ്മാ ഇരിക്കാം, അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, പക്ഷെ ഐ വിൽ സ്ട്രിക്ട്ലി സേ ദാറ്റ് നോട്ട് ടു യൂസ് മൊബൈൽ ഫോൺസ്, യൂട്യൂബ്, ഇന്റർനെറ്റ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യാനോ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യാനോ പോവരുത്. പിന്നെ ബ്രേക്ക് എന്നുള്ളത് ബ്രേക്ക് ആയിട്ട് തീരില്ല, നിൽക്കില്ല. നിങ്ങളുടെ ടൈം അനാവശ്യമായിട്ട് നഷ്ടമായിക്കൊണ്ടേയിരിക്കും. സോ ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു സ്റ്റിക്ക് ടു ദ പ്ലാൻ. നിങ്ങളുടെ പ്ലാൻ എന്താണോ, ഡെയിലി നിങ്ങൾ ടാർഗറ്റ് ചെയ്ത പോർഷൻസ് എന്തൊക്കെയാണോ അതൊക്കെ കംപ്ലീറ്റ് തീർത്തിട്ട് കിടക്കാൻ നോക്കുക. സെക്കൻഡ് ഡേ നിങ്ങൾ ചെയ്യാവുന്നത്, സെക്കൻഡ് ഡേ മാക്സിംസ് റിവൈസ് ചെയ്യുക. ലീഗൽ മാക്സിംസും ലാറ്റിൻ ടേംസും മിനിമം 20 to 30 മാക്സിംസ് എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം മാക്സിംസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആൻഡ് ലീഗൽ ജി കെ, അതായത് റീസെന്റ് ആയിട്ടുള്ള കേസ് ലോസ് നോക്കുക, അമെന്റ്മെന്റ്സ് നോക്കുക. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും യൂട്യൂബ് ചാനൽസിൽ വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. സോ റീസെന്റ് കേസ് ലോസ്, റീസെന്റ് ആയിട്ട് നിയമത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ അതൊക്കെ നോക്കുക. കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്, എന്തെങ്കിലും അമെന്റ്മെന്റ്സ് വന്നിട്ടുണ്ടോ, അങ്ങനത്തെ ലീഗൽ ജി കെയിൽ കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കുക. അതേപോലെ തന്നെ 50+ MCQs ഈ സെക്ഷനിൽ നിന്നും പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് മസ്റ്റ് ആണ്. നിങ്ങൾ ഡെയിലി ഇനിയുള്ള ദിവസങ്ങളിൽ ഡെയിലി നിങ്ങൾ MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതർവൈസ് നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയാമെങ്കിലും എക്സാം ഹാളിൽ പോകുമ്പോൾ ആ ഒരു ടൈം ലിമിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനുള്ള സ്കില്ല് ഡെവലപ്പ് ആവില്ല. അപ്പൊ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഷുഡ് പ്രാക്ടീസ് അറ്റ്ലീസ്റ്റ് 50+ MCQs നിങ്ങൾ ഡെയിലി പഠിക്കുന്ന സബ്ജക്റ്റിൽ നിന്നും പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഓക്കെ, ഒരു ബോണസ് ആയിട്ടുള്ള ഒരു ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മോസ്റ്റ് എക്സ്പെക്ടഡ് ലീഗൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. അത് മാത്രം നോക്കുക, ബാക്കി ഒന്നിലേക്കും ഡിസ്ട്രാക്ട് ചെയ്ത് പോകരുത്. അത് സെർച്ച് ചെയ്യുക, അത് മാത്രം നോക്കുക, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക.
ഓക്കെ. മൂന്നാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിൽ കൂടുതൽ ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസും ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. ഓൾറെഡി പഠിച്ചവരായിരിക്കും നിങ്ങൾ. ലീഗൽ ആപ്റ്റിറ്റ്യൂഡിലെ ഏറ്റവും മെജോറിറ്റി പോർഷൻ കവർ ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആണ്. അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കിയിരിക്കണം. അതേപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ അമെന്റ്മെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അതും നോക്കിയിരിക്കണം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നോക്കിയിരിക്കണം. അതേപോലെ തന്നെ ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സ് ഉണ്ടാവും. കേശവാനന്ദ ഭാരതിയുടെ കേസ് ലോ അല്ലെങ്കിൽ മനിക ഗാന്ധിയുടെ കേസ് ലോ, ഇതൊക്കെ ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. എന്താണ് ആ ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്? കേശവാനന്ദ ഭാരതിയിൽ ഏത് ആർട്ടിക്കിൾ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നും റിമൂവ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോ അതിന്റെ സ്ഥിതി? ആ ഒരു ജഡ്ജ്മെന്റ് വഴി ഏത് അമെന്റ്മെന്റ് ആണ് വന്നത്, അതായത് ആ ജഡ്ജ്മെന്റിന് ശേഷം എന്ത് അമെന്റ്മെന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നടന്നത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. അതിനുശേഷം ഒരു ഫുൾ ആപ്റ്റിറ്റ്യൂഡ് മോക്ക് ടെസ്റ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിരിക്കും. ആ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നാലാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ഇംഗ്ലീഷിലേക്ക് ഫോക്കസ് ചെയ്യുക. ലീഗൽ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കവർ ചെയ്യുക. അതിന് വെറും 2 ദിവസം മാക്സിമം എടുത്താൽ മതി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം 10 days പ്ലാൻ ആണെങ്കിലും ഇനിയും വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. 10 daysന് മുന്നേ ഞാൻ ഇടണമെന്ന് വിചാരിച്ചത്. ഐ എം റിയലി സോറി, ഐ കുഡന്റ് അപ്ലോഡ് ദ വീഡിയോ ഓൺ ടൈം. പക്ഷെ ഇനി ഉള്ള 6-7 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതേ പ്ലാൻ വെച്ചിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ പറ്റും, നിങ്ങളെ കൊണ്ട് സാധിക്കും. 2 ദിവസം നിങ്ങൾ ആ ലീഗൽ സബ്ജക്റ്റുകൾ കംപ്ലീറ്റ് ഒരു 10 to 12 hours സ്പെൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കവർ ചെയ്യാവുന്ന അത്രേ ഉള്ളൂ സിലബസിൽ. ഇനി മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ ആസ് പെർ ദിസ് പ്ലാൻ 4ാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് കടക്കുക. ഗ്രാമർ റൂൾസ് നോക്കുക, ആക്റ്റീവ് പാസീവ് വോയിസ്, എറർ ഡിറ്റക്ഷൻ, സിനോണിംസ്. ഗ്രാമർ റൂൾസിൽ മെയിൻ ആയിട്ട് എറർ ഡിറ്റക്ട് ചെയ്യുക, സെന്റൻസിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ, പ്രിപ്പോസിഷൻസ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, അതേപോലെ തന്നെ ഇൻട്രോഗേറ്റീവ് സെന്റൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഗ്രാമർ റൂൾസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് തറോ ആക്കി വെക്കുക. നിങ്ങൾ ഓൾറെഡി വളരെ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്ന റൂൾസ് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരും. പിന്നെ റീഡിംഗ് കോംപ്രഹെൻഷൻ പ്രാക്ടീസ് ചെയ്യുക. ഒരു വലിയ പാരഗ്രാഫും അതിന്റെ ബേസിൽ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എല്ലാ വർഷവും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളതാണ്. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഏറ്റവും പെട്ടെന്ന് തന്നെ പാസേജ് വായിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്നാലേ ക്വസ്റ്റ്യൻസിന് നമ്മൾ ഒരു ക്വസ്റ്റ്യന് എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് ആയിരിക്കും നിങ്ങളുടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് തീരുമാനിക്കുക. അപ്പോ ഒരു ക്വസ്റ്റ്യന് ഒരുപാട് സമയം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനോ വായിക്കാൻ പോലും സമയം കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാക്ടീസിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നത്. സോ പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. കോംപ്രഹെൻഷൻ മസ്റ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്തിരിക്കണം. കാരണം നിങ്ങൾക്ക് ആ ഒരു പാസേജ് ഗ്രാസ്പ് ചെയ്യാൻ എടുക്കുന്ന സമയം വളരെ കുറച്ചായിരിക്കണം. കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് ആ പാസേജിന് എന്താണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കണം. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പ്രാക്ടീസ് ചെയ്യണം. ഇനി വൊക്കാബുലറി ആണ് നിങ്ങൾ നോക്കേണ്ടത്. സിനോണിംസ്, ആന്റോണിംസ്, അതായത് സിമിലർ വേർഡ്സും ഓപ്പോസിറ്റ് വേർഡ്സും ഒക്കെ ഒരുപാട് ചോദിക്കാറുണ്ട്. അതേപോലെ വൺ വേർഡ് ചോദിക്കാറുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഗൈഡ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഗൈഡോ റെഫറൻസോ ഉണ്ടെങ്കിൽ അത് വെച്ച് അതൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ. പിന്നീട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളുടെ കയ്യിൽ പാസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും റിവിഷൻ നടത്തുക ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ. അടുത്ത ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ലോജിക്കൽ റീസണിങ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ബ്ലഡ് റിലേഷൻസ്, ഫാമിലിയുടെ റിലേഷൻസ് എങ്ങനെയാണ് വരിക, ഒരു ഫാമിലി ട്രീ വരച്ചിട്ട് അവരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിക്കണം. മസ്റ്റായിട്ടും എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ കാണുന്നതാണ്. 30+ റീസണിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സമയം വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി ആറാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല, കറന്റ് അഫയേഴ്സ് നന്നായിട്ട് നോക്കുക. ജാനുവരി തൊട്ട് മെയ് വരെയുള്ളത് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ സ്റ്റാറ്റിക് ആയിട്ടുള്ള മാറാത്ത ജനറൽ നോളജുകൾ ഉണ്ടാവും. അതായത് ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആരാണ്, ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനത്തെ സ്റ്റാറ്റിക് GK, ഇന്ത്യൻ പോളിറ്റി നോക്കണം, ഹിസ്റ്ററിന്ന് നോക്കണം, അതേപോലെ ജോഗ്രഫിന്ന് നോക്കണം. അതിനുശേഷം ലീഗൽ നാഷണൽ സ്പോർട്സ് അവാർഡ്സ് ഇതൊക്കെ ഫോക്കസ് ചെയ്യണം. സ്പോർട്സ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ക്രിക്കറ്റിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാറുണ്ട്. അതേപോലെ
നാഷണലി എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? അതേപോലെ ഏതൊക്കെ അവാർഡ്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, അവാർഡ്സിൽ ആർക്കൊക്കെയാണ് സക്സസ് അവാർഡ്സ് കിട്ടിയിരിക്കുന്നത്, അവർ എന്താണ് അച്ചീവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ മസ്റ്റ് ആയിട്ട് നോക്കണം. അതേപോലെ തന്നെ ക്രാഷ് കോഴ്സ് വീഡിയോസ് എന്തെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ 30 to 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിച്ച് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്, നത്തിങ് ഈസ് ദ കീ. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് കൂടുതലും പറയാനുള്ളത്. അടുത്ത ദിവസം നിങ്ങൾ മാത്സിന്റെ ന്യൂമറിക്കൽ എബിലിറ്റി കൂടുതൽ ഫോക്കസ് ചെയ്യണം. പെർസെന്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആവറേജ് ഒക്കെ എല്ലാ സമയവും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ആവറേജിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ സെല്ലിംഗ് ഇതും സെല്ലിംഗ് പ്രൈസും ബൈയിങ് പ്രൈസും അങ്ങനത്തെ കാര്യങ്ങൾ, റേഷ്യോസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അതേപോലെ തന്നെ ഫോർമുലാസ്, ഷോർട്ട് കട്ട് മെത്തേഡ്സ്, ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏരിയ ഓഫ് എ സ്ക്വയറിന്റെ ഫോർമുല എന്താണ്? സൈഡിന്റെ സ്ക്വയർ ആണ് ഏരിയ ഓഫ് എ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. സോ അങ്ങനത്തെ ഫോർമുലാസ് റിവൈസ് ചെയ്യാം. പിന്നെ 20 to 30 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അടുത്തത് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങാന്നുള്ളതാണ്. ലാസ്റ്റ് 2-3 ദിവസം നിങ്ങൾ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. അതായത് 2 മണിക്കൂറാണ് നമ്മുടെ എക്സാമിന്റെ സമയം. അപ്പൊ ആ 2 മണിക്കൂർ എപ്പോഴാണ് നിങ്ങളുടെ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, എസ്പെഷ്യലി 10 to 12 വരെയാണ് എക്സാം നിങ്ങളുടെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് തന്നെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. 10 മണിക്ക് നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ഇരിക്കുക, 12 മണിയാകുമ്പോഴേക്കും അത് സ്റ്റോപ്പ് ചെയ്യുക. സോ ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് ഫോക്കസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അപ്പോ ആ സമയത്ത് നിങ്ങൾക്ക് ഉറക്കം വരികയും അങ്ങനെ എന്തെങ്കിലും ഡിസ്ട്രാക്ട് ആവാതെയോ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഡേ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. സോ ഐ എം ആസ്കിങ് യു ടു പ്രാക്ടീസ് മോക്ക് ടെസ്റ്റ് ഡ്യൂറിങ് ദ എക്സാം ഹവേഴ്സ്. എക്സാം നടക്കുന്ന അതേ സമയം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് അതിനുശേഷം ആ ഒരു ആൻസേഴ്സ് നിങ്ങൾ എവിടേക്കാണ് മിസ്റ്റേക്ക് വരുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടേക്കാണ് നിങ്ങൾക്ക് ഒട്ടും പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്, അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. നിങ്ങളുടെ ആൻസർ കീ നിങ്ങൾ തന്നെ ഇരുന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ട് അറിയാത്ത ഏരിയാസ് ഒന്നും കൂടെ റിവൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അടുത്ത ദിവസം അല്ലെങ്കിൽ അതേ ദിവസം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റാപ്പിഡ് റിവിഷൻ നടത്താം. അതായത് ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാം, പ്രത്യേകിച്ച് ഇംഗ്ലീഷ്, GK ആൻഡ് ലോ എല്ലാം ഒന്ന് റിവൈസ് ചെയ്യാനുള്ള ദിവസമാണ് ഏറ്റവും ലാസ്റ്റ് ദിവസം. ഓക്കെ, ലീഗൽ, GK, ഇംഗ്ലീഷ് ഒക്കെ നിങ്ങൾ റിവൈസ് ചെയ്യേണ്ട ദിവസമാണ് ലാസ്റ്റ് ദിവസം. എന്നിട്ട് ഏറ്റവും കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മറ്റേ അരിത്തമെറ്റിക് ഭാഗത്ത് നിന്ന് വരിക. മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. സോ അത് നിങ്ങൾക്ക് ലാസ്റ്റ് ദിവസം ചെയ്യാവുന്നതാണ്. ഫോർമുലാസ്, ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ്, അതേപോലെ തന്നെ എക്സാമിന്റെ എസെൻഷ്യൽസ് ഒക്കെ തലേ ദിവസം തന്നെ എല്ലാം കയ്യിലെടുത്ത് ബാഗിലെടുത്ത് സൂക്ഷിക്കാൻ ശ്രമിക്കുക. എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം ഉറങ്ങാൻ പോകാൻ. മിനിമം ഒരു 7 to 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. അതേപോലെ തന്നെ ഒന്നും ആലോചിക്കാനില്ല, ഒരു സ്ട്രെസ്സും ഒരു തരത്തിലുള്ള ടെൻഷനും പാടില്ല. എക്സാമിന് നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടെ സക്സസ് വിഷ്വലൈസ് ചെയ്തിട്ട് കിടന്നുറങ്ങുക. ആൻഡ് സ്റ്റേ കാം ആൻഡ് ബ്രീത്ത്. അതേപോലെ തന്നെ എക്സാമിന് എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റും, എക്സാം ഹാളിൽ എന്തൊക്കെ അഡ്മിറ്റ് ചെയ്യും, എന്തൊക്കെ അഡ്മിറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. സോ ആ വീഡിയോസൊക്കെ കാണണമെങ്കിൽ എൻ്റെ ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. സോ ഇനി പറയാൻ പോകുന്നത് ഒരു ഡെയിലി മോഡൽ സ്ട്രാറ്റജിയാണ്. ഞാൻ എൻ്റെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയാണ്. മോർണിംഗ് 8 AM to 1 PM ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ പഠിക്കാനിരിക്കാറുണ്ടായിരുന്നു. ആൻഡ് ഇടയിൽ ഇൻ കേസ് എന്തെങ്കിലും ബോറിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഉറക്കം വരുന്ന പോലെ തോന്നുവാണെങ്കിൽ എണീറ്റ് ഒരു വാക്ക് പോകാറാണ് പതിവ്. ഒരു 5 മിനിറ്റ് ഞാൻ റെസ്റ്റ് എടുക്കും ഇൻ ബിറ്റ്വീൻ ഈച്ച് അവർ. അപ്പോൾ ഈ പറയുന്ന സ്ട്രാറ്റജി വന്നിട്ട് 12 മണിക്കൂറിൻ്റെ സ്ട്രാറ്റജിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. രാവിലെ 8 to 1 മണി വരെ, അതിനുശേഷം ലഞ്ച് ബ്രേക്ക് 1 മണിക്കൂർ, പിന്നീട് 2 to 6 മണി വരെ ആണ് പിന്നീട് ഇരിക്കേണ്ടത് ഉച്ചയ്ക്ക്. അതിന് ശേഷം 2 മണിക്കൂർ ഡിന്നർ ബ്രേക്കും, അതേപോലെ തന്നെ ഒരു ചെറിയൊരു വാക്കിനൊക്കെ പോയിട്ട് വരാം. ആ സമയങ്ങളിൽ, ഈ ബ്രേക്ക് സമയങ്ങളിലൊന്നും ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ സ്ക്രോൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒന്നും നോക്കാതിരിക്കുക. അതേപോലെ തന്നെ രാത്രി 8 to 10
10 മണിക്ക് ശേഷം അധികം ഇരിക്കണം എന്ന് പറയില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് നിങ്ങളുടെ പീക്ക് അവേഴ്സ് ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് മാക്സിമം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സമയം അനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഡിസ്ട്രാക്റ്റ് ആവുന്ന ഒന്നും ചെയ്യരുത്. അതേപോലെ തന്നെ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് 5 മിനിറ്റ് നടക്കാൻ പോവേ, അല്ലെങ്കിൽ ഫേസ് വാഷ് ചെയ്യേ, അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുക. അതായത് നമുക്ക് ഉറക്കം വരുന്ന ഫീലാണെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വീണ്ടും വന്ന് പഠിക്കാനിരിക്കുക. അതേപോലെ തന്നെ സ്റ്റിക്ക് വിത്ത് ദ പ്ലാൻ, നോ മാറ്റർ വാട്ട്. എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ പ്ലാനുമായിട്ട് സ്റ്റിക്ക് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലത്തെ കൂടുതൽ ടിപ്സ് ക്ലീറ്റ് 2025 ക്രാക്ക് ചെയ്യാനായിട്ട് കൂടുതൽ ടിപ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് തരാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.